ഞാനിതിനു മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, BJPയെ ജയിപ്പിക്കാനുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. പത്തനംതിട്ടക്കാരനായിട്ടുള്ള UDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്ന ആൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇല്ലാതെയാണോ? കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ട് ഈ ഒരു രഹസ്യധാരണയുടെ വിജയത്തിനു വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുമ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ട് വിഹിതമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ മത്സരിക്കുമ്പോൾ 47,000-ഉം 49,000 വോട്ട് വിഹിതമാണ് ആ മണ്ഡലത്തിൽ തന്നെ ലഭിച്ചത്. അപ്പോൾ ആരാണ് 15,000 മുതൽ 20,000 വരെ വോട്ട് മറിച്ചത്? ചെറിയ വോട്ടല്ല മറിച്ചത്. ആ വോട്ട് മറിച്ചതിന് നേതൃത്വം കൊടുത്തത് ഷാഫി പറമ്പിൽ MLA ആയിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലും കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷാഫി മാറിയപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ BJP സ്ഥാനാർത്ഥിയായി വന്നത്. അതിനെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അതിലൂടെ ഇവർ BJPയെ ജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കുപോക്കും ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്.